ലോകമെമ്പാടുമുള്ള HFTV പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന നന്മകൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. അത് കേൾക്കുവാൻ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. ദൈവവചനത്തിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രത്യേക വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ രണ്ട് വാക്കുകൾ വളരെയധികം നമ്മൾ ക്രിസ്തീയ ലോകത്തിൽ, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമുക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള വാക്കുകളാണ് ഈ രണ്ട് വാക്കുകളും. ഈ രണ്ട് വാക്കുകൾ ഇങ്ങനെയാണ്. ഒന്ന് അത്ഭുതം അഥവാ മിറക്കിൾ, വേറൊന്ന് അനുഗ്രഹം അഥവാ ബ്ലെസ്സിങ്. ഈ അത്ഭുതവും അനുഗ്രഹവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും എക്സ്ചേഞ്ച് ചെയ്ത്, അതായത് ഒരു പദത്തിന് പകരം വേറൊരു പദം ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ തന്നെ പലപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ടിനും അല്പം വ്യത്യാസമുണ്ട്. ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ തകർന്ന അവസ്ഥയിലാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടായ താളപ്പിഴകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് നമ്മൾ സ്ഥാനം കൊടുക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പല പ്രയാസങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ ഒരു രോഗത്തിലായിരിക്കും നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ തീരെ ഒരു തകർന്ന അവസ്ഥയിലാണ് മിക്കവാറും എല്ലാവരും യേശുവിൻ്റെ അടുക്കലേക്ക് വരാറുള്ളത്. അപ്പോഴെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കണം. ഇന്ന് പകലും യേശുവിനെക്കുറിച്ച് വചനം പറയുന്നു, അവൻ അത്ഭുത മന്ത്രിയാണ്. ഇന്ന് പകലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അത്ഭുതത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയെപ്പോലും കർത്താവ് കൈവെടിയത്തില്ല. എന്നാൽ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞു, താൻ വീണ്ടും ജനിച്ചു, ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീർന്നു. അങ്ങനെ ആയതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ അടുത്ത ഒരു ഘട്ടം, തൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ പദമാണ് അനുഗ്രഹം അഥവാ ബ്ലെസ്സിങ്. ഈ അത്ഭുതവും അനുഗ്രഹവും സെയിം ആണോ? അല്ല. ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനമല്ല. വളരെ ലളിതമായി ഈ ബ്ലെസ്സിങ്ങും ഈ അത്ഭുതവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുക. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പലപ്പോഴും അത്ഭുതം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് എടുത്ത് വയ്ക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ, നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കത്തില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ ദൈവം തന്നെ നേരിട്ട് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് അത്ഭുതം. ഒരു പക്ഷേ അതൊരു രോഗസൗഖ്യമായിരിക്കും, ഒരു പക്ഷേ അത് ഒരു സാമ്പത്തിക വിടുതലായിരിക്കും, ഒരു പക്ഷേ അത് ഒരു വലിയ ജപ്തി മാറിയതായിരിക്കും. അങ്ങനെ പല രീതിയിൽ പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ യേശു പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ അത്ഭുതങ്ങളെല്ലാം വെറും ചൂണ്ടുപലകകളാണ്. യേശു ഇന്നും ജീവനോടെ കൂടെ ഉണ്ട്. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവനോടെ കൂടെ ഉണ്ട്. അന്ന് കേട്ട വചനത്തിൻ്റെ ഒക്കെ ഒരു അറ്റസ്റ്റേഷനായിട്ടാണ് യേശു അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവുമായിട്ടുമാണ് ആ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത്. പലരുടെയും ജീവിതം നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത്ഭുതത്തിൽ വിശ്വസിക്കാതെ ഒരിക്കലും യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല. യേശു കന്യകയിൽ നിന്ന് ജനിച്ചു, യേശു മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവൻ ഇനിയും വീണ്ടും വരും. ഇത് മൂന്നും ഒരു അത്ഭുതം.
കന്യകയിൽ നിന്നുള്ള ജനനം ഒരത്ഭുതമാണ്, മരിച്ച് ഉയർത്തെഴുന്നേറ്റത് ഒരത്ഭുതമാണ്, ഇനി അവൻ മടങ്ങി വരും എന്നുള്ളതും ഒരത്ഭുതമാണ്. ഈ 3 അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസി എന്ന് പറയുന്നത്. സോ വിശ്വാസിയെ സംബന്ധിച്ച് അത്ഭുതം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലായിരിക്കും, അവൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി നമ്മൾ വായിച്ച് വരുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളുടെ ഒട്ടേറെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ താൻ പ്രവർത്തിച്ചു, അനേക അത്ഭുതങ്ങൾ. തൻ്റെ അടുക്കൽ വന്ന രോഗികളെ താൻ സൗഖ്യമാക്കി, വെള്ളത്തെ താൻ വീഞ്ഞാക്കി, വെള്ളത്തിൻ്റെ മേളിൽ താൻ നടന്നു, കാറ്റിനെയും കോളിനെയും ശാസിച്ചു. തൻ്റെ ഒരു വാക്കുകൊണ്ട് താൻ അനേക സൗഖ്യങ്ങൾ നടത്തി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, മരിച്ചവനെ തൻ്റെ വാക്കുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ അനവധി അത്ഭുതങ്ങൾ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു. സോ എന്താ അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വ്യത്യാസം? ഞാൻ പറഞ്ഞു, അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലെത്തുമ്പോൾ ദൈവം തന്നെ നേരിട്ട് അതിൻ്റെ ആ സാഹചര്യത്തിൻ്റെ അകത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് അത്ഭുതം. അപ്പം അനുഗ്രഹം എന്താണ്? നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതം കാണുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു, തന്നെ അനുഗ്രഹിച്ചു, വലിയൊരു ജാതിയാക്കി എന്നാണ് പറയുന്നത്. നമ്മൾ ഗലാത്യരിൽ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളുടെ മേളിൽ വരേണ്ടതിന് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താ ഈ അനുഗ്രഹം? അനുഗ്രഹം ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു ഫേവർ ഒരു വ്യക്തിയുടെ മേളിൽ ഉള്ളപ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ തന്നെ തൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നതാണ് അനുഗ്രഹം. നോ യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ താൻ അത്ഭുതങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് താൻ ഒരിക്കലും പ്രസംഗിച്ചില്ല. താൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായിരുന്നു, അത്ഭുതങ്ങൾ തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. പക്ഷെ താൻ ദൈവവചനം പ്രസംഗിച്ചപ്പോഴൊക്കെ താൻ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അഥവാ തത്വങ്ങളെക്കുറിച്ചാണ് താൻ പഠിപ്പിച്ചത്. നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവം നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതാണ് അത്ഭുതം. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് വീണ്ടും ജനിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ സിറ്റിസനായി അവൻ തീരുമ്പോൾ, അവൻ ആ അത്ഭുതത്തിൻ്റെ ലെവലിൽ നിൽക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവനെ ഒരു അനുഗ്രഹമാക്കി, അവൻ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന അബ്രഹാമിനെ താൻ ഒരു റോൾ മോഡലായിട്ട് ദൈവം തിരഞ്ഞെടുത്തതാണ്. ഞാനൊരു വ്യക്തിയെ അനുഗ്രഹിച്ചാൽ അവൻ ഇങ്ങനെ ഇരിക്കും എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് അനുഗ്രഹിച്ചത്. പുതിയ നിയമത്തിൽ നിങ്ങളും ഞാനും അതേ അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥരാണ് പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളെ എന്നെ വിളിച്ചത് ഒരു മതത്തിൽ ചേർക്കുവാനായിട്ടല്ല. യേശു നിങ്ങളെ എന്നെ വിളിച്ചത് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് തരാൻ മാത്രമല്ല. യേശു നിങ്ങളെ എന്നെ വിളിച്ചത് ദൈവരാജ്യത്തിൻ്റെ അംഗമാക്കി തീർക്കുവാനും, ആ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി അംഗമായാൽ അവൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, താൻ ഒരു വ്യക്തിയെ വിളിച്ച് അനുഗ്രഹിച്ചാൽ എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന് തന്നെ ആഗ്രഹിച്ച അവൻ ഓരോ വ്യക്തിയെയും വിളിക്കുന്നത്. അതുകൊണ്ടാണ് നാം ക്രിസ്തുവിനോട് കൂടെ അവകാശികളാണ്, കൂട്ടവകാശികളാണ്. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും നാം യേശുവിൻ്റെ കൂടെ കൂട്ടവകാശികളാണെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ ദൈവത്തിന് സ്വന്തമായ സകലതും, സകല അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാണ്. ഇതിനെ നമുക്ക് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഞാനൊരു ഭാഗത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. 1 രാജാക്കൾ അതിൻ്റെ 17-ാം അധ്യായം നിങ്ങൾ സമയം ഉള്ളപ്പോൾ ഒന്ന് വചനമെടുത്ത് വായിക്കണം. അവിടെ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ കെരീത്ത് തോട്ടിൽ പോ, അവിടെ നിനക്ക് വേണ്ടി ഞാൻ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അവിടെ എന്നും ഒരു കാക്ക വരും, ആ കാക്ക ഭക്ഷണവുമായിട്ട് വരും.
കെരീത്ത് തോട്ടിൽ നിന്ന് താൻ വെള്ളം എടുത്ത് കുടിക്കും. അങ്ങനെ തൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ലോകം ആ സമയത്ത് താനായിരുന്ന രാജ്യം മുഴുവൻ ക്ഷാമമാണ്. ക്ഷാമം പ്രഖ്യാപിച്ച പ്രവാചകനാണ്. പക്ഷെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് താൻ പോയപ്പോൾ അവിടെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതൊരു അത്ഭുതമാണ്. കാക്ക ഭക്ഷണം കൊണ്ടുവന്ന് തരിക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും തനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാക്ക ഭക്ഷണം പിടിച്ചു പറിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അതേ കാക്ക ഭക്ഷണം ഒരു മനുഷ്യന് കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ഇതേ എലിയാവിനെ സറെഫാത്തിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ആദ്യം ഒരു വ്യക്തിയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവനെ ഒരു അത്ഭുതത്തിൻ്റെ സ്റ്റേജിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഒരു സ്റ്റേജുണ്ട്, അനുഗ്രഹത്തിൻ്റെ സ്റ്റേജ്. നൗ കാക്കയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. കാക്ക എന്നും രാവിലെ വന്നാൽ മാത്രമേ ഭക്ഷണം കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു, ഏലിയാവ് തോട്ടിൽ നിന്ന് വെള്ളവും കുടിച്ചു. അടുത്ത ദിവസം രാവിലെ പിന്നെയും താൻ ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്താണ് ആ അത്ഭുതം? കാക്ക പറന്നു വരണം. കാക്ക പറന്നു വന്ന് ഭക്ഷണം കൊടുത്താൽ മാത്രമേ തനിക്ക് കഴിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു ആശങ്ക വരാൻ സാധിക്കും, കാക്ക വന്നില്ലേലോ. അതുപോലെ തന്നെ നടന്നു. കെരീത്ത് തോട്ടിലെ വെള്ളവും വറ്റി, കാക്കയുടെ വരവും നിന്നു. പലപ്പോഴും അങ്ങനത്തെ അവസ്ഥകൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോണം, നിങ്ങളെ കർത്താവ് ആ സ്റ്റേജിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ സ്റ്റേജിലേക്ക് നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു അത്ഭുതത്തിൻ്റെ സ്റ്റേജിൽ മാത്രമായിരിക്കാനല്ല കർത്താവ് നിങ്ങളെ വിളിച്ചത്. പക്ഷേ സറെഫാത്തിലെ വിധവയുടെ അവിടെ നോക്കിക്കേ, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ കലത്തിലെ മാവ് കുറയാത്ത ഒരു അവസ്ഥ, ആ കലശത്തിലെ എണ്ണ കുറയാത്ത ഒരവസ്ഥ. അതാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിൻ്റെ അവസ്ഥ. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ അപ്പം, അവർ മരിക്കാനിരിക്കുക, അവസാനത്തെ അപ്പം കഴിച്ചിട്ട് മരിക്കാനിരിക്കുക, ഒരു ചെറിയ അപ്പം എനിക്ക് വേണ്ടി നീ വിതയ്ക്കണം. ആ വലിയ അനുഗ്രഹത്തിൻ്റെ സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുന്നേ അവിടെ ഒരു വിത്ത് വിതയ്ക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്ന് പറയുന്നത് വിത്തും കൊയ്ത്തുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിൻ്റെ പ്രഭാഷണം മുഴുവൻ ദൈവരാജ്യം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് യേശു പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ എന്നതാണ്, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ എന്നതാണ്. അതിനകത്തെ ഏറ്റവും വലിയ തത്വമാണ് വിത്തും കൊയ്ത്തും. ഏലിയാവിനെ അത്ഭുതത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് ആ വിധവയും തൻ്റെ കുടുംബത്തെയും ഉൾപ്പെടെ അവരെ ഒരു അനുഗ്രഹത്തിൻ്റെ സ്റ്റേജിലേക്ക് കടത്തുന്നതിനിടയ്ക്ക് ഒരു വിത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വിത്താണ് അവരുടെ ജീവിതത്തിൽ അവരെ അത്ഭുതത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇന്ന് പകലും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ അനുസരിച്ച് നിങ്ങൾ വിതയ്ക്കുന്ന ഒരു വ്യക്തിയായി തീരുമെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊരു കാക്കയെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയായിരിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാവ് കുറയാത്ത അവസ്ഥയും നിങ്ങളുടെ കലശത്തിലെ എണ്ണ കുറയാത്ത അവസ്ഥയുമായിരിക്കും. അന്ന് ഫാമൈനാണ് അഥവാ ക്ഷാമമാണെന്ന് പറഞ്ഞു. ഇന്നൊരു പക്ഷേ റെസഷൻ എന്നുള്ള വാക്കായിരിക്കും നിങ്ങൾ മുഴുവൻ കേൾക്കുന്നത്. എന്നാൽ ആ റെസഷൻ നിങ്ങളെ തുടക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷാമകാലത്തും വിതയ്ക്കുവാൻ തയ്യാറായവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരനുഗ്രഹത്തിലും കുറവ് വരത്തില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് അയച്ച ഈ വചനം എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ അത് 100 മേനി ബലം പുറപ്പെടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുകയും കർത്താവെ ദൈവരാജ്യത്തിൽ വിതയ്ക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവവചനമനുസരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മകളാൽ നിൻ്റെ മക്കളെ കർത്താവ് നിറയ്ക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം. റെസഷൻ്റെ ഇടയ്ക്ക് ഒരു വലിയ അനുഗ്രഹം നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് അയക്കുന്നതിനാൽ സ്തോത്രം. മഹത്വം അങ്ങേ കരേറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
വലിയ ചില അനുഗ്രഹങ്ങൾ റെസഷൻ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ തേടി കർത്താവ് അയക്കുന്നുണ്ട്. സോ ബി റെഡി ടു റിസീവ് ഇറ്റ്. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.